നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുക്ത ചെയ്ത തെറ്റിന് വേണമെങ്കിൽ എനിക്ക് അവളെ ഡിസ്മിസ് ചെയ്യാമായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തില്ലല്ലോ. സസ്പെൻഷനല്ലേ നൽകിയുള്ളൂ, അതും വെറും 1 വീക്ക്. അത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ കമ്പനി ഒരു നാഥനില്ല കളറി പോലെ ആയിപ്പോവും. കൈലാഷ് സാർ, മുക്ത മാഡം ഈ സ്ഥാപനത്തിന്റെ CEO ആണ്. ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവര് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാണ് വേണ്ടത്. ഈ കമ്പനിയില് എല്ലാവർക്കും ഒരേ നിയമം. അത് മുക്ത ആയാലും കരുണാകരൻ സാറായാലും അരവിന്ദ് ആയാലും ഞാനായാലും. ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയത് ഞാനായിരുന്നെങ്കിൽ ഡാഡി എന്നെ സസ്പെൻഡ് ചെയ്യായിരുന്നു. അയൺ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ ഡ്രസ് കത്തിപ്പോയതിന് കരുണാകരൻ സാറ് പാർവതിക്ക് നൽകിയ ശിക്ഷ കരുണാകരൻ സാറിന് ഓർമ്മയില്ലേ? ഇവിടുത്തെ ടോയ്ലറ്റ്സ് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിച്ചു. ബോറടി മാറ്റാൻ അന്താക്ഷരി കളിച്ചതിന് അവളുടെ 2 കാതുകളിലും ക്ലിപ്പിട്ട് കൊടുത്തു. നിങ്ങളെ ചോദ്യം ചെയ്ത പ്രിയന്റെ കൂടെ നിന്നതിന് ഇവിടുത്തെ ടൈലേഴ്സിനെ മുഴുവൻ നിങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങള് അരവിന്ദനെയും കൂട്ടി വന്ന് തെറ്റ് ചെയ്ത മുക്തയ്ക്ക് വേണ്ടി വാദിക്കുന്നു. നിങ്ങൾ ചെയ്ത ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൈലാഷ്, വേണ്ട അരവിന്ദ്. അരവിന്ദ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. ഒരു സ്ഥാപനത്തില് 2 തരം നീതി പാടില്ല. കൈലാഷ് ഇവിടുത്തെ MD ആയി തുടരുന്നിടത്തോളം കാലം ഇവിടെ ഒറ്റ നിയമം ഉണ്ടാവും. എല്ലാവർക്കും ബാധകമായ ഒറ്റ നിയമം. സർ, സോറി, അല്ലെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് നോ, പ്രിയം വരൂ. സർ, ഇൻവോയ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞില്ലേ? ഇതാ. അരവിന്ദ്, കരുണാകരൻ സർ, നിങ്ങളോട് 2 പേരോടുമായി വളരെ ഓപ്പൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. മുക്ത എന്നല്ല, നമ്മൾ ആരും ഇല്ലെങ്കിലും ഈ കമ്പനിയിലെ ജോലി കൃത്യമായിട്ട് നടക്കണം. പ്രൊഡക്ഷൻ കുറവായിരിക്കും, കമ്പനിയുടെ ഇയർലി ടേൺ ഓവറും കുറവായിരിക്കും, പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ലേഡീസിന് ആരെയും പേടിക്കാതെ ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ ശരിയല്ല പ്രിയൻ? ശരിയാണ് സർ. ഞാൻ അതിനാണ് കൂടുതൽ വാല്യൂ ഏൽപ്പിക്കുന്നത്. ലാഭം കുറഞ്ഞാലും കമ്പനിയുടെ സൽപ്പേര് നിലനിൽക്കുമല്ലോ, അത് മതി എനിക്ക്. ഇനി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ അരവിന്ദ്? ഇല്ല. എന്താ സാർ ഇത്? മുക്ത മാഡത്തിനോട് കൈലാഷിന് ദേഷ്യമുണ്ട് എന്ന് വെച്ച് അരവിന്ദ് സാറല്ലേ പറയുന്നത്? അത് കൈലാഷ് സാർ മുഖവിലക്കെടുക്കണ്ടേ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് പോലും കൈലാഷ് സാറ് വില കൽപ്പിക്കുന്നില്ലല്ലോ സാറേ. എന്ത് ഫ്രണ്ട്ഷിപ്പ്? വെറും പ്രകടനം മാത്രം. ഇന്ന് മുക്ത മാഡം, നാളെ ആ സ്ഥാനത്ത് അരവിന്ദ് സാറായിരിക്കൂട്ടാ. കാരണം അവനിപ്പോ ആരും വേണ്ട, പ്രിയൻ മതി. നമ്മളെ പുറത്താക്കി അവനോട് സംസാരിക്കുന്നത് സാറ് കണ്ടില്ലേ? സാറൊന്ന് സൂക്ഷിച്ചോ. നല്ല സൂപ്പർ സംഭാരം. ഇത് കുടിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാം. അതിന് ചേച്ചി എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല മോൻ ചേട്ടാ. ചേച്ചി ജോലിക്ക് പോവും. ഞാനിത് ഭരതേട്ടന്റെ പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാ. ഞാനില്ലെങ്കിലും അവിടെ ചെന്നാ കിട്ടും. ദാ ആ വളവിലാ. മുത്തുവിനെയും കാണുന്നില്ല. മുത്തുവിനെ വിളിക്കാൻ പോയ സെൽവിയെ ഇപ്പൊ കാണുന്നില്ല. ആ ദേ വരുന്നുണ്ടല്ലോ. എടാ മുത്തു, ഒരു ചിത്രം വരയ്ക്കാൻ നിനക്ക് എത്ര പൈസ തരണം? എനിക്ക് പൈസ ഒന്നും വേണ്ട ചേച്ചി, ഇരിക്കെ, ഞാൻ വരച്ചു തരാം. എന്റെ ചിത്രം അല്ല. ഈ ചേട്ടനെയാണോ വരയ്ക്കണ്ടേ? മോഹൻ ചേട്ടനെ അല്ല. പിന്നെ ഒരു കുടുംബ ഫോട്ടോ വരയ്ക്കണം. അച്ഛനും അമ്മയും ഒരു മോനും മോളും. പറ്റോ? 4 പേരെ ഒരു പേപ്പറിൽ വരയ്ക്കാനോ? പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിനാ വരയ്ക്കുന്നേ? സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്താ പോരെ? എടാ അതല്ല, അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാ വരയ്ക്കുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ പറ.
ചേച്ചി പൈസ തരും. എനിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാവരുടെ ഫോട്ടോ തന്നാ അതുപോലെ വരച്ചുതരാം. മോഹൻ ചേട്ടാ, അവരറിയാതെ 4 പേരുടെയും ഫോട്ടോ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? അത് ഞാൻ ഏറ്റു. ആ അവിടെ പോയിട്ട് ഫോട്ടോ സംഘടിപ്പിച്ച് ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചു തരാം. വരയ്ക്കാൻ വേറെന്തൊക്കെയാ വേണ്ടത്? വേറൊന്നും വേണ്ട, എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്നാ ശരി. അപ്പോ നീ പേപ്പറും പെൻസിലും ഒക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ടിരിക്കെ. ഞാൻ പോയിട്ട് ഫോട്ടോ ആയിട്ട് വരാം. ശരി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ അമ്മേ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ലല്ലോ. എന്നെ ഒന്ന് നോക്കമ്മേ. ആ കുടുംബ ഫോട്ടോയ്ക്ക് അമ്മ എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ കാണുമ്പോൾ അമ്മയെ പോലെ തന്നെ എനിക്കും അച്ഛനെ നേരിട്ട് കാണുന്ന ഫീലിംഗാ. ടീപ്പോയുടെ പുറത്ത് ഞാനത് ഭദ്രമായിട്ട് വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയുക. പറ്റിപ്പോയമ്മേ, എന്നോട് പിണങ്ങല്ലേ അമ്മേ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. എടി എടി, നീ ഒന്ന് പറയ പ്ലീസ് 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 പ്ലീസ്. അമ്മേ, അമ്മയ്ക്ക് ചേട്ടന്റെ സ്വഭാവം അറിയാലോ. ലഞ്ച് ബോക്സ് എടുക്കാതെ ചേട്ടനൊന്ന് ജോലിക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടും ഉണ്ടാവില്ല. ജോലി കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചായ ഇട്ട് കൊടുത്തു, അതും കുടിച്ചില്ല. അമ്മ കൊടുക്കാതെ ചേട്ടൻ ഒന്നും കഴിക്കില്ല. ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ അമ്മേ, ഒരബദ്ധം പറ്റിപ്പോയതല്ലേ. അതിന് സോറിയും പറഞ്ഞില്ലേ. നമ്മുടെ പയ്യനല്ലേ, പാവം. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്ക് ശോഭേ. നിന്റെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ഇനി നീ എന്നെ പേര് വിളിച്ചാണ്ടല്ലോ കറിക്കത്തി എടുത്ത് നിന്റെ നാവരിയും ഞാൻ.